നമ്മുടെ പുതിയ ഓട്ടോമേറ്റഡ് ഡ്രൈവ് RGB+CCT കൺട്രോളർ അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കിപ്പോൾ ഒരു റൂമിലൊക്കെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ലൈറ്റിന് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതേമാതിരി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ സെലക്ട് ചെയ്യണ ഓൺ ദ സ്പോട്ടിൽ ആ ലൈറ്റ് നമുക്കവിടെ ചേഞ്ച് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് 0 to 100ലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് CCT കളറും കിട്ടും. വാം, ന്യൂട്രൽ വൈറ്റ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലസ് അതുപോലെ തന്നെ നമുക്ക് സീൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് ഒരു തീം ഇടാം. റീഡിങ് ടൈമിൽ റീഡിങ് എന്ന് പറഞ്ഞിട്ട് തീം ഇടാം. അപ്പോൾ ആ ടൈമിലേക്ക് റീഡിങ് എന്ന് പറഞ്ഞ ലൈറ്റിൽ സ്വിച്ച് ആവും. വർക്കിംഗ് മോഡാണെങ്കിൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ണിന് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വർക്കിംഗ് മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റാം, വേറെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബെഡ്റൂംസിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഹോം തിയേറ്റേഴ്സിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് DJ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഈ മ്യൂസിക് മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഫോണിൻ്റെ അല്ലെന്ന് വെച്ചെങ്കിൽ മ്യൂസിക്കിൻ്റെ അനുസരിച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ DJ പോലെ വർക്കാവും. ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് പേര് ഇതിൻ്റെ കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ടൈം സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, പവർ ഓൺ ബിഹേവിയർ നമുക്ക് ഓൺ പൊസിഷനാണോ ഓഫ് പൊസിഷനാണോ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് നോർമലി നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ സഡനായിട്ട് ഓൺ ആവുകയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. മെല്ലെ ഗ്രാജുവലി കത്തി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യുമ്പോൾ അതുപോലെ ഗ്രാജുവലി കെട്ടി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ RGB+CCT കൺട്രോളർ വരുന്നത്. റിക്വയർമെൻറ്റ്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് ബന്ധപ്പെടുക. താങ്ക് യു.